നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യത. സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുന്നത്. വിവരങ്ങളുമായി നിതിൻ ചേരുന്നു. നിതിൻ, ഇനിയുള്ള തുടർ നടപടികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമാണോ? അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോഴായിരിക്കും സിദ്ദിഖ് ഹാജരാകുക? ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന് 2 ആഴ്ചത്തെ ഇടക്കാല ജാമ്യമാണ് കോടതി അനുവദിച്ചത്. ഈ 2 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ സിദ്ദീഖ് കീഴടങ്ങാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം ഉടൻ ഹാജരാകുമെന്നാണ്. വിധിപ്പകർപ്പ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ സിദ്ദീഖിന്റെ അഭിഭാഷകൻ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സിദ്ദീഖ് തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം സിദ്ദീഖിന്റെ കേസ് അന്വേഷണം നടത്തുന്നത് മെറിൻ ജോസഫ് IPS ആണ്. അവരുടെ ക്യാമ്പ് ഓഫീസ് തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്, പീഡന പരാതിയുമായി ബന്ധപ്പെട്ടാണ് സിദ്ദീഖിനെതിരെ കേസെടുക്കുകയും സിദ്ദീഖിനെ ബലാത്സംഗ കേസ് ചുമത്തി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സിദ്ദീഖ് തിരുവനന്തപുരത്ത് ഹാജരാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിദ്ദീഖ് കൊച്ചിയിൽ ഹാജരാകുമെന്ന അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും കൊച്ചിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥ G. പൂങ്കുഴലി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ അവധിയിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ എത്തില്ല എന്ന് നമുക്ക് വൈകുന്നേരത്തോടു കൂടി തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴും സിദ്ദീഖ് കാണാമറിയത്ത് തുടരുകയാണ്. എവിടെയാണെന്ന കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു വിവരവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകൂർ ജാമ്യം നിഷേധിച്ച ആദ്യ നാളുകളിൽ സിദ്ദീഖ് കൊച്ചിക്ക് പുറത്തായിരുന്നു. വീണ്ടും കൊച്ചിയിലെത്തി എന്നും അഭിഭാഷകൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലൊന്നും തന്നെ അന്വേഷണ സംഘം ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖിന് ജാമ്യം ലഭിച്ചത് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് പരമാവധി തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥ നേരിട്ട് ഡൽഹിയിലെത്തി സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ കേസ് കോടതിയിൽ എത്തുന്നത്. എന്നിട്ടും സിദ്ദീഖിന് ജാമ്യം ലഭിച്ചത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. പക്ഷേ 2 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിദ്ദീഖിൽ നിന്നും വിശദമായ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിനുണ്ട്. പ്രത്യേകിച്ച് എവിടെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇക്കാര്യം വിശദമായി ചോദിച്ചറിയും. നേരത്തെ നമുക്കറിയാം നടൻ മുകേഷ് MLA, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവരെ ഇതേ സമാന രൂപത്തിൽ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഇത്ര ഗുരുതരമായ കുറ്റമല്ല. അവരെ ഏകദേശം 3 മണിക്കൂറോളം നേരമാണ് ഇവരെയെല്ലാം തന്നെ ചോദ്യം ചെയ്തത്. എന്നാൽ സിദ്ദീഖിന്റെ കാര്യത്തിൽ അത്തരത്തിൽ ആയിരിക്കില്ല. 354, 506 തുടങ്ങിയ വകുപ്പുകളാണ് സിദ്ദീഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സിദ്ദീഖിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. സിദ്ദീഖ് എപ്പോൾ കീഴടങ്ങും എന്ന ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ സിദ്ദീഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ എത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് എല്ലാവരും തിരുവനന്തപുരത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും സിദ്ദീഖ് എത്തുക, അല്ലെങ്കിൽ സിദ്ദീഖ് തിരുവനന്തപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ തന്നെയായിരിക്കും കീഴടങ്ങുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സിദ്ദീഖിൽ നിന്ന് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതായത് സിദ്ദീഖ് ഒളിവിൽ പോയതടക്കം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തൊട്ടു മുമ്പ് വരെ സിദ്ദീഖിനെ പിടികൂടാനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ആ ശ്രമങ്ങൾ ഒന്നും തന്നെ വിജയിച്ചില്ല. സംസ്ഥാന പോലീസിനെ പിടികൊടുക്കാതെ സിദ്ദീഖ് പോലീസ് സങ്കേതങ്ങൾ അടിക്കടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിദ്ദീഖിന്റെ കാർ പലപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും GPS ഓഫ് ആയിരുന്നു, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖ് ഒളിവിൽ പോയതടക്കം വലിയ ക്ഷീണമാണ്. പൊതുസമൂഹത്തിൽ നിന്ന് വലിയ ചോദ്യമാണ് അന്വേഷണ സംഘത്തിന് നേരെ ഉയരുന്നത്. ആ ചോദ്യത്തിനടക്കം കൃത്യവും വ്യക്തവുമായ ഉത്തരം അന്വേഷണ സംഘത്തിന് നൽകേണ്ടതുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി ഈ കേസ് പരിഗണിക്കും. അതിജീവിത ഉൾപ്പെടെയുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ 2 ആഴ്ച കഴിഞ്ഞ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ കാര്യങ്ങൾ സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാകുന്നത്. വിശദമായ സിദ്ദീഖിനെ ചോദ്യം ചെയ്ത് സത്യവാങ്മൂലം നൽകാനായിരിക്കും അന്വേഷണ സംഘം ശ്രമിക്കുക. അനുപ്രിയ. നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യത. സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത്. വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്. ജമ്മു കാശ്മീരിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 39,12,000 വോട്ടർമാർ 40 മണ്ഡലങ്ങളിൽ വിധിയെഴുതും. കോൺഗ്രസ് സ്ഥാനാർത്ഥി